നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കോട്ടയം വാകത്താനത്ത് അസം സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിന്റെ ചുരുളഴിഞ്ഞു. സിമന്റ് മിക്സർ മെഷീനിലിട്ട് ലേമാൻ കിസ്കിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കണ്ടെത്തൽ. കോൺക്രീറ്റ് കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്റർ തമിഴ്നാട് സ്വദേശി പാണ്ഡിതുരി റിമാൻഡ് ചെയ്തു. ഏപ്രിൽ 28-നാണ് കോൺക്രീറ്റ് കമ്പനിയിലെ മാലിന്യക്കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, അതിക്രൂര കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? എന്താണ് കൊലപാതക കാരണം? ഇവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള ഒരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും ഈ പ്രതി പാണ്ഡിതുരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ്. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. കഴിഞ്ഞ 26-ാം തീയതിയാണ് ഈ ജോലിക്ക് വേണ്ടി ഈ കിസ്ക് എന്ന് പറയുന്ന വ്യക്തി ഇതര സംസ്ഥാന തൊഴിലാളി പ്ലാന്റിൽ എത്തുന്നത്. വാകത്താനത്തുള്ള പ്രീഫാബ് എന്ന് പറയുന്ന കോൺക്രീറ്റ് മിക്സിംഗ് കമ്പനിയിലാണ് ഈ സംഭവം നടന്നത്. അവിടെ എത്തി അവിടുത്തെ ജോലികളിൽ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി, കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടി മിക്സർ മെഷീനുള്ളിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി. ഈ സമയത്ത് പാണ്ഡിതുരെ മെഷീന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു. തുടർന്ന് മെഷീനുള്ളിൽ നിന്ന് താഴെ വീണ യുവാവിനെ JCB ഉപയോഗിച്ച് കമ്പനിയുടെ വേസ്റ്റ് കുഴിയിൽ കൊണ്ട് തള്ളുകയായിരുന്നു എന്നുമാണ് കണ്ടെത്തിയത്. ഇതിനുശേഷം ഇയാൾ കമ്പനിയിൽ മറ്റ് വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി JCB കൊണ്ട് വേസ്റ്റ് ടിപ്പറിലാക്കിയതിനു ശേഷം യുവാവ് കിടന്നിരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുകളിൽ തള്ളുകയായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനുശേഷം നടത്തിയ CCTV അടക്കം നടത്തിയ പരിശോധനയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരം ലഭിച്ചത്. ഈ സംഭവം 28-ാം തീയതിയാണ് പുറത്തറിയുന്നത്. തുടർന്ന് കോട്ടയം SP കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിശദമായ അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കേരളം വെന്തുരുകുന്നു. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം കൂടി. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്ന്യങ്കര സ്വദേശി വിജേഷുമാണ് മരിച്ചത്. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ തീരുമാനിച്ചു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. കോഴിക്കോട് പന്ന്യങ്കരയിൽ പെയിന്റിംഗ് ജോലിക്കിടെ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന വിജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിജേഷിന് സൂര്യാഘാതമേറ്റത്. ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ വെയിലത്ത് ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും ഇന്നു മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇരുവരുടെയും മരണം. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 6 വരെ അടച്ചിടും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന സേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന തൊഴിലാളികളെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. കലാകായിക മത്സരങ്ങളോ പരിപാടികളോ പകൽ 11 മുതൽ 3 മണി വരെ നടത്തുന്നതിന് വിലക്കുണ്ട്. തീപിടുത്ത സാധ്യത മുൻകൂട്ടി കണ്ട് ഫയർ ഓഡിറ്റ് അടക്കം നടത്തി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. വേനൽ മഴ സജീവമാകുന്നതിനു മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇന്നു ചേർന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും ഇന്നും നാളെയും തുടരും. ആലപ്പുഴ ജില്ലയിൽ രാത്രികാല താപനില മുന്നറിയിപ്പും 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. വൻകിട വ്യവസായശാലകൾക്ക് രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രാദേശികമായി ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് KSEB ആവശ്യപ്പെട്ടു. പ്രതിദിനം 90 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് എത്തിക്കുന്നതും ഉപയോഗം കൂടിയതോടെ ഫീഡറുകൾ ട്രിപ്പാകുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോർഡിന്റെ വാദം. എന്നാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ചൂട് അസഹനീയമായ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബദൽ മാർഗങ്ങൾ സമർപ്പിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. തുടർന്നാണ് രാത്രികാലങ്ങളിൽ വൻകിട വ്യവസായശാലകൾക്ക് വൈദ്യുതി നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ധാരണയായത്.
രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കണം. കാർഷികാവശ്യത്തിനുള്ള പമ്പ് സെറ്റുകൾ പകൽ സമയം മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗം കൂടി ഫീഡറുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. മാളുകളിൽ ഉൾപ്പെടെ സ്വയം നിയന്ത്രണം നടപ്പാക്കണം. വൈദ്യുത മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിർദ്ദേശങ്ങൾ വിശദീകരിക്കും. ഇതിനുശേഷമാകും പ്രഖ്യാപനമുണ്ടാവുക. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യമായാണ് ചൂടിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. കൃഷ്ണഗിരി, ധർമ്മപുരി, കള്ളക്കുറിച്ചി, പെരുമ്പലൂർ, കരൂർ, ഈറോഡ്, നാമക്കൽ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റാണിപ്പേട്ട്, വെല്ലൂർ, തിരുപ്പത്തൂർ, തിരുവണ്ണാമലൈ, സേലം, ട്രിച്ചി, തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടായ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇന്നലെ കരൂർ പരമതിയിൽ 44 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. പശ്ചിമബംഗാൾ ഗവർണർ CB ആനന്ദബോസിനെതിരെ ഗുരുതര ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ്. CB ആനന്ദബോസ് സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ഗവർണർക്കെതിരെ സ്ത്രീ പരാതി നൽകിയെന്നും തൃണമൂൽ കോൺഗ്രസ്. ആരോപണം ഗവർണർ നിഷേധിച്ചു. बंगाल के राज्यपाल CB आनंद बोस पर एक गंभीर आरोप लगाया गया है. एक महिला ने कहा है कि आज ही जब वो राजभवन गई तो राज्यपाल CB आनंद बोस ने उनके साथ यौन उत्पीड़न किया, छेड़छाड़ किया, उनको सेक्सुअली हरास किया और मोलेस्ट किया और गलत व्यवहार किया. महिला अब पुलिस स्टेशन पहुंच चुकी है जहां वो अपनी शिकायत दर्ज कर रही है. രാജ്ഭവനിൽ പ്രവേശിക്കുന്നതിന് ഗവർണർ പോലീസിന് വിലക്കേർപ്പെടുത്തി. മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ കൊൽക്കത്ത, ഡാർജിലിംഗ് എന്നിവിടങ്ങളിൽ രാജ്ഭവൻ വളപ്പുകളിൽ പ്രവേശിക്കുന്നതും ഗവർണർ നിരോധിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഇതൊരു വലിയ ആരോപണമാണ്. ഗവർണർക്കെതിരെ കൂടിയാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതല്ലേ? എന്താണ് സംഭവിച്ചത് എന്നാണ് ഇവരുടെ ആരോപണം? ഗവർണർ CB ആനന്ദബോസിനെതിരെയാണ് തൃണമൂൽ കോൺഗ്രസ് MP സാഗരിക ഘോഷ് ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് രാജ്ഭവനിലെത്തിയ ഒരു സ്ത്രീയോട് ഗവർണർ ആനന്ദബോസ് മോശമായി പെരുമാറിയെന്നും ഈ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നുമാണ് സാഗരിക ഘോഷ് എക്സ്പോസ്റ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിൽ ആ സ്ത്രീ പോലീസിന് മുൻപിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും TMC പറയുന്നുണ്ട്. എന്നാൽ ഈ ആരോപണം പൂർണ്ണമായും ഗവർണർ നിഷേധിക്കുകയാണ് ഉണ്ടായത്. സത്യം ജയിക്കുമെന്നായിരുന്നു CB ആനന്ദബോസിന്റെ പ്രതികരണം. തന്നെ അപകീർത്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നേട്ടം ആഗ്രഹിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും അഴിമതിക്കാർക്കെതിരെ ബംഗാളിലെ പോരാട്ടം തുടരുമെന്നും CB ആനന്ദബോസ് പ്രതികരിച്ചു. ഇതിന് പിന്നാലെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും പല നടപടികൾ ഉണ്ടായി. അതായത് പോലീസിനെ ഗവർണർ പൂർണ്ണമായി വിലക്കി. ഈ രാജ്ഭവൻ പരിസരത്ത് പോലീസിന്റെ പ്രവേശനം അത് നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ മന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ കൊൽക്കത്ത, ഡാർജിലിംഗ്, ബരക്പൂർ എന്നിവിടങ്ങളിലെ രാജ്ഭവൻ വളപ്പുകളിൽ പ്രവേശിക്കുന്നതും ഗവർണർ നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് തുടർന്ന് കോൺഗ്രസ്. അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിന്റെയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അമേഠിയിൽ നാളെ റാലി നടത്താൻ കോൺഗ്രസ് അനുമതി തേടി. പ്രിയങ്ക ഗാന്ധിക്കായി റായ്ബറേലിയിൽ പോസ്റ്റർ. അതേസമയം ലഡാക്കിലെ സ്ഥാനാർത്ഥിയെ നിമിഷങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഈ സസ്പെൻസ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? എന്താണ് കണക്കുകൂട്ടൽ? രാഹുൽ ഗാന്ധി തന്നെ വരാനുള്ള സാധ്യതയാണോ? പ്രിയങ്ക ഗാന്ധിയെ മത്സരിക്കുമോ? പ്രവിത, നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അതൃപ്തിയും അറിയിച്ചിരുന്നു. പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴും ഇപ്പോഴും ആ സസ്പെൻസ് കോൺഗ്രസ് നിലനിർത്തുകയാണ്. അമേഠിയിലും റായ്ബറേലിലും ആര് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നിട്ടില്ല. അതേസമയം തന്നെ അമേഠിയിൽ നാളെ രാഹുൽ ഗാന്ധിയുടെ വൻ റോഡ് ഷോ ഉണ്ടാകും. ഇതിനും തന്നെ രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ അഖിലേഷ് യാദവിന്റെയും വലിയ ഫ്ലക്സുകൾ അമേഠിയിൽ ഉയർന്നു കഴിഞ്ഞു. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിൽ വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ്
കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും അവിടെ റായ്ബറയിൽ ഇന്നും ഉണ്ടായി. ഇപ്പോൾ പ്രിയങ്കയ്ക്കായി റായ്ബറയിൽ ഫ്ലക്സ് ഉയർന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരപ്രകാരം പ്രിയങ്ക ഗാന്ധി മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രിയങ്ക ഗാന്ധി ഇതിനും തന്നെ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പ്രചരണത്തിൽ സജീവമാകുമെന്നുള്ളതാണ്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധി അമേഠിയിലാണോ അല്ലെങ്കിൽ റായ്ബറിലാണോ മത്സരിക്കുന്ന കാര്യത്തിലുള്ള ഒരു ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഗുണകരമാകുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ വലിയ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും BJP നിലവിൽ സ്മൃതി ഇറാനി വീണ്ടും സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനൊരു ദൗത്യമാണ് കോൺഗ്രസിനുള്ളത്. അത് എത്രത്തോളം ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രൂപത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇറക്കി റായ്ബറേലി മണ്ഡലം നിലനിർത്താനുള്ള നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ സസ്പെൻസ് എന്ന കാര്യത്തിൽ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. പക്ഷേ രാത്രി വൈകിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തള്ളിക്കളയാൻ കഴിയില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അമേഠിയിലും റായ്ബറയിലും മത്സരിക്കുമെന്നുള്ള സൂചനയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നത്. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിരഞ്ജൻ നൽകിയത്. കോൺഗ്രസിനെതിരെ വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ലൈംഗിക ആരോപണ വിവാദത്തിൽ കുടുങ്ങിയ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിനെ ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കില്ല. കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡിന് ഉടക്കിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി. വിദ്വേഷ പ്രസംഗങ്ങളിലൂന്നിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് പ്രത്യേക ക്വാട്ട നൽകുമെന്നും നരേന്ദ്രമോദി. यानी कांग्रेस पार्टी लोकतंत्र का चुनाव नहीं लड़ रही है. कांग्रेस के लिए ये चुनाव भगवान श्री राम के खिलाफ लड़ाई का चुनाव बना दिया है. मैं इनसे पूछना चाहता हूं, भगवान राम को हराकर जरा बताइए किसको जिताना चाहते हैं. അതേസമയം ബലാത്സംഗ കേസിലെ പ്രതിയെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर उसको समर्थन देने की बात की आपसे. ഗുണഭോക്തൃ പദ്ധതികൾക്കായി വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കരുതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഗ്യാരണ്ടി കാർഡിനായി കോൺഗ്രസ് വിവരങ്ങൾ ശേഖരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ നിർദ്ദേശം. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന അധീർ രഞ്ജൻ ചൌധരിയുടെ പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലാണ് തൃണമൂൽ തിരിച്ചടിച്ചത്. കോൺഗ്രസ് BJPയുടെ ബി ടീമാണെന്ന് വിമർശിച്ച മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ വഞ്ചകനാണ് അധീർ രഞ്ജൻ ചൌധരിയെന്ന് തുറന്നടിച്ചു. ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ ബ്രിജ് ഭൂഷൺ സിംഗിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് BJP മാറ്റി നിർത്തി. ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ലൈംഗിക പീഡന പരാതി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് 3 തവണ കൈസർഗഞ്ചിൽ നിന്ന് പാർലമെന്റിലെത്തിയ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന് ഇക്കുറി BJP സീറ്റ് നിഷേധിച്ചത്. സോണിയാഗാന്ധിക്കെതിരെ 2019 മത്സരത്തിനിറങ്ങിയ ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇക്കുറിയും റായ്ബറേലിയിലെ BJP സ്ഥാനാർത്ഥി. 24 ഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വൽ 7 ദിവസത്തെ സാവകാശം തേടിയതിന് പിന്നാലെയാണ് നടപടി. വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പ്രജ്വലിന് അനുമതി നൽകിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. പ്രജ്വലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രജ്വലിന്റെ ഫോണും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കേണ്ടത് കേസിൽ നിർണായകമാണ്. അതിനിടെ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുവെന്ന് വെളിപ്പെടുത്തിയ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയെ കാണാതായി. മൊഴി നൽകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കാർത്തിക്കിനെ കാണാതായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്തു വന്നു. നയതന്ത്ര പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ലെന്നും യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. No political clearance was either sought from or issued by MEA in respect of the travel of the said MP to Germany. Obviously, no visa note was issued either. No visa is required for diplomatic passport holders to travel to Germany. അതിനിടെ കേസിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കൊടും കുറ്റവാളിക്കായി വോട്ട് തേടിയ പ്രധാനമന്ത്രി രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ വിഷയത്തിൽ കരുതലോടെയാണ് NDA സഖ്യത്തിന്റെ നീക്കം. 24 ബംഗളൂരു.
മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ദുരൂഹത തുടരുന്നു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മേയർക്ക് വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയച്ച എറണാകുളം സ്വദേശി ശ്രീജിത്ത് പിടിയിൽ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ഡ്രൈവർ HL യദുവും തമ്മിൽ തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതിൽ ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. KSRTCയുടെ പരാതിയിൽ കേസെടുത്ത തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇന്നലെ തീരുമാനമായി. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. മെമ്മറി കാർഡ് കാണാതായതിൽ KSRTCക്കും പോലീസിനും വീഴ്ച പറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മെമ്മറി കാർഡ് മാറ്റിയത് KSRTC ഉദ്യോഗസ്ഥരും CPIM നേതാക്കളും ചേർന്നെന്ന് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പോലീസ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് M വിൻസെന്റ് MLA ആരോപിച്ചു. ഡ്രൈവർ ശ്രീ യദു പോലീസിന് കൃത്യമായ പരാതി നൽകിയിട്ടും FIR എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ? സച്ചിൻ ദേവ് MLA ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം ശുദ്ധ നുണയെന്ന് AA റഹീം MP. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്കും കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മേയർ കാര്യങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഒരു കൂട്ടം മാധ്യമങ്ങൾ വേട്ടയാടുന്നതായും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. മേയർക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ ഇതുവരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 തിരുവനന്തപുരം. KSRTC പത്തനാപുരം ഡിപ്പോയിൽ അനധികൃതമായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന 14 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 10 സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റി, 4 ബദൽ ഡ്രൈവർമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 29-30 തീയതികളിലാണ് പത്തനാപുരം ഡിപ്പോയിലെ ഡ്രൈവർമാർ കൂട്ടത്തോടെ മുങ്ങിയത്. മുന്നറിയിപ്പില്ലാതെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തതോടെ പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദു ചെയ്തിരുന്നു. ഇതുവഴി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും 1,88,665 രൂപയുടെ സാമ്പത്തിക നഷ്ടവും കണക്കിലെടുത്താണ് അച്ചടക്ക നടപടി. അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദു ചെയ്യുന്നത് KSRTCയിലെ സ്ഥിരം യാത്രക്കാരെ മറ്റ് യാത്രാമാർഗങ്ങൾ തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും. ഒരു വിഭാഗം ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും CMD മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. മനം നൊന്ത് ആത്മഹത്യ. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് ഗൃഹനാഥൻ ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തം. നെയ്യാറ്റിൻകര മരുത്തൂർ സ്വദേശി സോമസാഗരമാണ് മരിച്ചത്. മകളുടെ വിവാഹാവശ്യത്തിന് നിക്ഷേപിച്ച തുകയാണ് കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാത്തത്. വായ്പയെടുത്തവർ തുക തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിന്റെ ന്യായീകരണം. കൂലിപ്പണിക്ക് പോയും കൃഷിപ്പണി ചെയ്തും സോമസാഗരം സ്വരുക്കൂട്ടിയ 5 ലക്ഷം രൂപയാണ് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. മകളുടെ വിവാഹം, വീട് പുതുക്കൽ ഇതായിരുന്നു സ്വപ്നം. കഴിഞ്ഞ 6 മാസത്തിനിടെ പലതവണ ബാങ്കിൽ കയറിയിറങ്ങി. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ബാങ്ക് അധികൃതർ സോമസാഗരത്തെ കൈയൊഴിഞ്ഞു. ഇതിൽ മനംനൊന്താണ് ഏപ്രിൽ 19-ന് പുല്ലിനടിക്കുന്ന വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റമാണ് സോമസാഗരത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മകൻ മരിച്ചതല്ല, ബാങ്കുകാർ കൊന്നതെന്ന് സോമസാഗരത്തിന്റെ അച്ഛൻ. ഇത് നിരന്തരം 6 മാസം കൊണ്ട് ചെന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ഭീഷണിയായി, നീ പഠിച്ച പോലെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പം വന്ന വൈദ്യുതി ചെയ്ത്. പണം ചോദിച്ചതിന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് ഭാര്യയും സഹോദരിയും ആരോപിച്ചു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി ഇറങ്ങി. അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് അവർ ഇവിടുന്ന് അല്ലാതെ ഒരു അനക്കവും ഇല്ല. പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. ഞാൻ ചോദിച്ച അണ്ണ എന്തിനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിങ്ങനെ ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രയാസം ഒന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ നൽകി.
5.39 ലക്ഷം രൂപ നൽകാനുണ്ട്. സോമശേഖരം ബാങ്കിലെത്തിയ സമയം ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടിരുന്നില്ലെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. കൂടുതൽ നിക്ഷേപകർ തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്യാറ്റിൻകരയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വയലിൽ കിളച്ചും മുണ്ടുമുറുക്കിയും മിച്ചം പിടിച്ച പണമാണ് സോമസാഗരം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ ആ പണം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മുടന്ത ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല. പണമോ കിട്ടിയില്ല, ആ കുടുംബത്തിന് നീതിയെങ്കിലും കിട്ടണം. നെയ്യാറ്റിൻകരയിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് കുമാർ, 24. പരിഷ്കരണത്തിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് നടത്താനാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. കോടതി പറഞ്ഞാൽ അല്ലാതെ പരിഷ്കരണം പിൻവലിക്കില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഗ്രൗണ്ടുകൾ ആധുനിക നിലവാരത്തിൽ സർക്കാർ തന്നെ നവീകരിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രധാന ആവശ്യം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 30 വെട്ടിച്ചുരുക്കിയതും ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകരുത് എന്ന തീരുമാനവും സ്കൂൾ ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് സംയുക്ത സമരസമിതി പറയുന്നു. സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങളാരും വലിയ ടാറ്റയും വെള്ളയൊന്നും അല്ല, വെറും സാധാരണക്കാരാണ്. അതായത് ഞങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി 4/24 എന്നൊരു സർക്കുലർ രംഗത്തിറക്കി. ആ സർക്കുലർ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം മതിയാക്കി പോവേണ്ടി വരും. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ ഗ്രൗണ്ടിൽ പ്രവേശിപ്പിച്ചതിന് പോലീസും സമരക്കാരുമായി തർക്കമുണ്ടായി. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ. ഇതൊക്കെ ഒരു ന്യായമില്ല കുട്ടി. മധ്യകേരളത്തിലും ഒരിടത്തും ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചാണ് എറണാകുളത്ത് പ്രതിഷേധിച്ചത്. സമരക്കാർക്കെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തി. കോടതി പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കാമെന്ന് മന്ത്രി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ഉണ്ടെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം വിമർശിച്ചു. സർക്കാർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പുകത്തിന്റെ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരുമാണ് ഹർജിക്കാർ. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ കേന്ദ്ര നിയമത്തിന് വിരുദ്ധമാണ്, കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ മാറ്റം വരുത്താൻ സംസ്ഥാനത്തിന് അധികാരമില്ല എന്നിവയാണ് ഹർജിക്കാരുടെ വാദങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 12 സീറ്റിൽ വിജയസാധ്യതയെന്ന വിലയിരുത്തലുമായി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. CPIക്ക് 2 സീറ്റിൽ വിജയം ഉറപ്പെന്നും വിലയിരുത്തൽ. വടകരയിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് യൂത്ത് അലർട്ട് പരിപാടിയുമായി DYFI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് LDF മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് CPI എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. 12 സീറ്റുകളിൽ ജയസാധ്യതയുണ്ട്. CPI മത്സരിച്ച 4-ൽ 2 സീറ്റിലും ജയം ഉറപ്പെന്നും എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി. തൃശൂരും മാവേലിക്കരയുമാണ് ജയം ഉറപ്പിക്കുന്ന സീറ്റുകൾ. തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയമെന്നും പ്രതീക്ഷയുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനായി എന്നും വിലയിരുത്തൽ. വടകരയിൽ വർഗീയ ധ്രുവീകരണ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് DYFI നാളെ യൂത്ത് അലർട്ട് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കും. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ അധിക്ഷേപിക്കാൻ ഒരു സംഘം പ്രവർത്തിച്ചെന്ന് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ആരോപിച്ചു. വടകരയെ അങ്ങനെ ധ്രുവീകരിപ്പിക്കാൻ, 2 തട്ടിലാക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് വടകര വർഗീയതയെ അതിജീവിക്കും യൂത്ത് അലേർട്ട് എന്ന പരിപാടിയുമായി DYFI മുന്നോട്ട് വരാനുണ്ടായ കാരണം. പൊന്നാനിയിൽ മുസ്ലിം ലീഗ് പരാജയപ്പെടുമെന്ന അവകാശവാദവുമായി നാഷണൽ ലീഗ് രംഗത്തെത്തി. മലപ്പുറത്ത് ലീഗിന്റെ 10,000-കണക്കിന് വോട്ടുകൾ ചോർന്നതായും നാഷണൽ ലീഗ് അവകാശപ്പെട്ടു. ലീഗിന്റെ കൊടിയുയർത്താൻ അനുവദിക്കാത്ത സംഭവത്തിൽ അണികൾക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നും നാഷണൽ ലീഗ് വിലയിരുത്തുന്നു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിന് മറുപടിയുമായി സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതമേലധ്യക്ഷന്മാരെ പള്ളിയിൽ കയറ്റരുത് എന്ന ലീഗ് പരാമർശത്തിന് മതമേലധ്യക്ഷന്മാരെ അല്ലാതെ
മണ്ടന്മാരെയാണോ പള്ളിയിൽ കയറ്റുകയെന്ന് ജിഫ്രി തങ്ങളുടെ ചോദ്യം. സമസ്ത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പതിവാണെന്നും ഉമർ ഫൈസി കൂടിക്കാഴ്ച നടത്തിയത് സൗഹൃദത്തിന്റെ ഭാഗമായാണെന്നും ജിഫ്രി തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണി മുഴക്കില്ല. സമസ്ത പ്രവർത്തകരെ ഇതിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. അവരെന്ത് ബുദ്ധിമുട്ടാക്കാൻ? അത് ഇതിപ്പോൾ അയാളോട് ചോദിക്കേണ്ടതാണ്. അയാൾ എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അയാൾ പറഞ്ഞേ കേട്ടില്ല. കൂടിക്കാഴ്ചപ്പോൾ കാണുമ്പോഴേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരായിട്ടും കൂടിക്കാഴ്ച. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദം അതല്ലേ. നമ്മളും തെരഞ്ഞെടുപ്പിച്ചു ബന്ധമില്ലല്ലോ. മുംബൈ ഇന്ത്യൻസ് നായകൻ ഹാർദിക് പാണ്ഡ്യയും സഹതാരം തിലക് വർമ്മയും ഡ്രസ്സിംഗ് റൂമിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായതായി റിപ്പോർട്ട്. രോഹിത് ശർമ്മ ഇടപെട്ടാണ് ഇവരെ പിടിച്ചുമാറ്റിയത്. ഏപ്രിൽ 27 നടന്ന ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരശേഷമായിരുന്നു സംഭവം. ടീമിനായി ഒറ്റയ്ക്ക് പൊരുതിയിട്ടും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ കുറ്റപ്പെടുത്തിയതാണ് യുവതാരം തിലക് വർമ്മയെ ചൊടിപ്പിച്ചത്. ഡൽഹിയുടെ 257 റൺസ് പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് 10 റൺസ് അകലെ വീഴുകയായിരുന്നു. അർദ്ധ സെഞ്ചുറിയോടെ ടീമിന്റെ ടോപ്പ് സ്കോററായെങ്കിലും അക്സർ പട്ടേലിനെതിരെ തിലക് വർമ്മ പതറിയതാണ് തോൽവിക്ക് കാരണമെന്നായിരുന്നു ഹാർദിക്കിന്റെ വിമർശനം. ഇതേ ചൊല്ലി ഇരുവരും രൂക്ഷമായ വാക്കേറ്റമുണ്ടായി. ഒടുവിൽ രോഹിത് ശർമ്മയും മുംബൈ ഇന്ത്യൻസ് ടീം ഉടമകളും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. രോഹിത് ശർമ്മയുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് തിലക് വർമ്മയെ ഹാർദിക് ലക്ഷ്യമിട്ടതെന്നായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകരുടെ വിമർശനം. ഗുജറാത്ത് ടൈറ്റൻസിലായിരിക്കുമ്പോഴും സഹതാരങ്ങളെ ബഹുമാനിക്കാത്തതിന്റെ പേരിൽ ഹാർദിക് വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മുംബൈ ടീമിൽ 2 ഗ്രൂപ്പുകളുണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. രോഹിത്, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ എന്നിവർ ഒരു ഗ്രൂപ്പും ഹാർദിക്കും ഇഷാനും മറ്റൊരു ഗ്രൂപ്പും. എന്തായാലും തുടർത്തോൽവികളിൽ വലയുന്ന മുംബൈക്ക് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ പുതിയ സംഭവം. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ വരവൂർ പൂങ്കോട് വനത്തിൽ വൻ അഗ്നിബാധ. കാഞ്ഞിരശ്ശേരി ഗ്രാമാതിർത്തിയോട് ചേർന്ന വനത്തിലാണ് തീപിടുത്തമുണ്ടായത്. പശ്ചിമ ബംഗാളിലെ സീതാൽകുച്ചിയിൽ വൻ ബോംബ് ശേഖരം കണ്ടെത്തി. ബോംബുകൾ നിർവീര്യമാക്കിയതായി പോലീസ്. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യൻ വനിതകൾ. തോമസ് കപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യ ക്വാർട്ടറിൽ തോറ്റു പുറത്തായി. മണിപ്പൂർ കലാപത്തിന്റെ 1ാം വാർഷികമായ നാളെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ അടച്ചിടലിന് ആഹ്വാനം ചെയ്ത് കുക്കി സംഘടന. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെയാണ് അടച്ചിടൽ. 24 ചെയർമാനും അബീർ ഗ്രൂപ്പ് പ്രസിഡന്റുമായ ആലങ്കൽ മുഹമ്മദിന്റെ മാതാവ് ഇത്താച്ചുമ്മ കാമ്രാൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സൗദി അറേബ്യയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിനു ശേഷം ജന്നത്തുൽ മുവല്ല ഖബർസ്ഥാനിൽ സംസ്കരിച്ചു. മലപ്പുറം കണ്ണമംഗലം എടക്കാപ്പറമ്പ് സ്വദേശിയായ ഇത്താച്ചുമ്മ ഏതാനും മാസങ്ങളായി മക്കളോടൊപ്പം ജിദ്ദയിലായിരുന്നു താമസം. ആലങ്കൽ മുഹമ്മദിന് പുറമെ അഹമ്മദ് കുട്ടി, അബ്ദുൽ ഖാദർ, അബ്ദുൽ റസാഖ്, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ജലീൽ, അബ്ദുൽ റഷീദ് എന്നിവർ മക്കളാണ്. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നു. ഗോകുലം ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി. ഗോകുലത്തിന്റെ എല്ലാ സ്കൂളുകളിലും ക്വിസ് പരിശീലനവും ക്വിസ് ക്ലബ്ബുകളും സംഘടിപ്പിക്കും. ക്വിസിംഗ് എന്ന ഗെയിമിലെ അന്താരാഷ്ട്ര സംഘടനയാണ് ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ. കഴിഞ്ഞ 20 വർഷങ്ങളായി ക്വിസിലെ ലോക ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനാണ്. 2024 IQA ഏഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഗോകുലത്തിലൂടെയാണ്. ഈ വിജ്ഞാന മത്സരത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പല മഹാത്മാക്കളുള്ള കഥകളും മനസ്സിലാക്കാനും പല ചരിത്രങ്ങളും, പിന്നെ മാത്രമല്ല വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ മനസ്സിലാക്കി ഇതിന് ഇൻവോൾവ്മെൻ്റായി കൂടുതൽ അതിൻ്റെ വ്യവസായത്തെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനും കൂടി സാധിക്കുന്ന ഒരവസ്ഥ ഇതിൽ കൂടി ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ക്വിസ് പ്ലെയർ രജിസ്ട്രേഷൻ ആരംഭിക്കും. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് IQA ജില്ലാ ചാമ്പ്യൻഷിപ്പുകളും സംസ്ഥാന ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിക്കുകയും അങ്ങനെ ക്വിസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഔദ്യോഗിക ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കും. കേരളത്തിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കായി ബിസിനസ് ക്വിസ് ലീഗ്, സ്കൂളുകൾക്കായി സ്കൂൾ ക്വിസ് ലീഗ് തുടങ്ങി 5 മാസം നീണ്ടു നിൽക്കുന്ന ക്വിസ് ലീഗുകളും സംഘടിപ്പിക്കും. 24 കൊച്ചി.
കനത്ത മഴയെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള നിരവധി സർവീസുകൾ മുടങ്ങി. ഫെറി സർവീസും ഇന്റർസിറ്റി ബസ് സർവീസും നിർത്തിവച്ചു. റാസൽ ഖൈമയിൽ റോഡ് തകർന്നു. ഉച്ചയോടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. യുഎഇയിൽ ഓറഞ്ച് അലർട്ട് പിൻവലിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകിട്ട് അബുദാബിയിൽ തുടങ്ങിയ മഴ ഇന്ന് മുഴുവൻ എമിറേറ്റുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. അബുദാബി ഉൾപ്പെടെ എല്ലാ എമിറേറ്റുകളിലും ശക്തമായ മഴയാണ് ലഭിച്ചത്. കനത്ത മഴ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും കാര്യമായി ബാധിച്ചു. 13 വിമാനങ്ങൾ റദ്ദാക്കിയതായി ദുബായ് വിമാനത്താവള അധികൃതർ അറിയിച്ചു. ദുബായിലേക്കുള്ള 9 വിമാനങ്ങളും ദുബായിൽ നിന്നുള്ള 4 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള മറ്റ് സർവീസുകളും വെട്ടിക്കുറച്ചു. ദുബായിലേക്ക് വരേണ്ട 5 വിമാനങ്ങൾ സമീപത്തെ എയർപോർട്ടുകളിലേക്ക് വഴി തിരിച്ചുവിട്ടു. എത്തിഹാദ് എയർലൈനും എയർ അറേബ്യയും യുഎയിലെ മറ്റ് വിമാനത്താവളങ്ങളിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കിയതായും യാത്രക്കാരെ അറിയിച്ചു. ദുബായിൽ ഫെറി സർവീസും ഇന്റർസിറ്റി ബസ് സർവീസും നിർത്തിവച്ചു. റാസൽ ഖൈമയിൽ മണ്ണിടിച്ചിലിൽ റോഡ് തകർന്നു. അൽ ഷുഹാദ സ്ട്രീറ്റ് എക്സിന് സമീപമാണ് സംഭവം നടന്നത്. കനത്ത മഴയെ നേരിടാൻ ശക്തമായ മുന്നൊരുക്കങ്ങൾ യുഎഇ നേരത്തെ തന്നെ നടത്തിയിരുന്നു. രാജ്യത്തെ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഇന്നും നാളെയും വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യമാണുള്ളത്. രാജ്യത്തെ സ്കൂളുകളിൽ ഇന്ന് അധ്യയനം ഓൺലൈൻ മുഖേനയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. അതേസമയം ഉച്ചയോടെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. യെല്ലോ അലർട്ട് തുടരും. നാളെ ഉച്ചയോടെ അന്തരീക്ഷം സാധാരണ നിലയിലെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. 24 ദുബായ്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.